ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അടുക്കളയിൽ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. കാരണം ഞാൻ വട്ടയപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുൾ അവിടെ പോയി വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പോയതിലല്ല എനിക്ക് സങ്കടം, ഇതെങ്ങനെ വൃത്തിയാക്കും. എനിക്ക് വൃത്തിയാക്കാൻ ഇഷ്ടമല്ല ഈ മാവ് കേട്ടോ, ഭയങ്കര പണിയല്ലേ. ഞാൻ പിന്നെ ഇത് ചെറിയ പാത്രമാണെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ കുറച്ചെങ്ങാനും പുറത്തേക്ക് പോവുള്ളൂ വിചാരിച്ച് അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രമൊക്കെ നിറഞ്ഞൊഴുകി അപ്പുറത്തെ പറമ്പിലും ഇപ്പുറത്തെ പറമ്പിലൊക്കെ പോയിട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. രാവിലെ ആണെങ്കിൽ ഇന്ന് പിള്ളേർക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. സ്കൂളുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ. പിന്നെ ഇത് നമ്മൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിലത്തെ മാവും കുറച്ച് പോയി, പക്ഷെ വലിയ കാര്യമായിട്ട് പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഒരെണ്ണല്ലേ വൃത്തിയാക്കേണ്ടി വന്നുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പെസഹ വ്യാഴായിട്ട് ഇന്നലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇന്നലെ നമ്മൾ എന്താ ഉണ്ടാക്കുക, അപ്പവും പിന്നെ പാലും ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. പക്ഷേ ഇന്നലെ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, വൈകുന്നേരം വന്നത്. അതുകൊണ്ട് ഞാൻ മാറ്റി പിടിച്ച് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വട്ടയപ്പത്തിനൊക്കെ അരച്ച് വെച്ചാട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ ചട്ടി നമ്മുടെ ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചു, ഗ്യാസിൽ കൊണ്ടുവച്ചു. ഗ്യാസ് തീരാറായെന്നാണ് എൻ്റെ ഒരു ഇത്. തീരും, ഇപ്പം എപ്പോൾ വേണമെങ്കിലും തീരും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇൻഡക്ഷനിൽ എൻ്റെ ചായ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പാല് തിളച്ച് പോകട്ടോ. എനിക്ക് ഭ്രാന്ത് വരും അതൊക്കെ വൃത്തിയാക്കാൻ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ചിലപ്പോൾ അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് റെഡിയായി വരില്ലല്ലോ. അതിൻ്റെ ഇടയിലും അച്ഛനും മക്കളും കൂടിയിട്ട് അവിടെ വണ്ടിയൊക്കെ വൃത്തിയിൽ കഴുകണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വട്ടയപ്പം അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ അമ്മയും പിന്നെ അമ്മായിയൊക്കെ അടിപൊളിയായി ഉണ്ടാക്കും, പക്ഷെ ഞാൻ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് ഞാൻ കഴിക്കണു, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് കഞ്ഞിയും പയറുമാണ് കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. ഇന്നും ദുഃഖവെള്ളിയൊക്കെ ആയതുകൊണ്ട് നമുക്കിന്ന് കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. പക്ഷേ പണി എളുപ്പമാണെന്നുള്ള വിചാരിച്ച് ഞാൻ കഞ്ഞിയും പയറും വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസ് കഴിയാറാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചോക്കും കൊണ്ടൊക്കെ ഇങ്ങനെ വരച്ച് നോക്കി കേട്ടോ. പക്ഷെ കഴിയാറായി. ആ ചോക്കിൻ്റെ അവിടെയൊക്കെ എല്ലാം ഉണങ്ങി വന്നിരിക്കുക. അപ്പോൾ ശരി, ടാറ്റാ.